മറിയെത്തിട്ടാ എത്തിയാ? ഓ ധൃതി വെക്കണ്ട ഔസേപ്പേട്ടാ, അതൊക്കെ നടന്നു വന്നാലും ഇങ്ങനെ എത്തും. എന്താ പിരിവ് കഴിഞ്ഞോ? കഴിഞ്ഞു മറിയേച്ചിയെ, രണ്ടാള് മാത്രം. ചോദിക്കും വന്ന താളം ചവിട്ടുക. ആരാ? നമ്മളെ മഞ്ജു വിൻസെന്റും പലഞ്ചരക്ക് യോഹനാനേ. അയ്യോ, ഇന്നത്തെയും കൂടി കൂട്ടിയിട്ട് നാളെ തരാൻ മറിയേ. യോഹനാനെ, നാളെ നീയും ഞാനൊക്കെ ഉണ്ടാവുന്ന എന്തിട്ടാ ഉറപ്പ്? അപ്പൊ ഇന്ന് ചെയ്യേണ്ടത് തന്നെയല്ലടാ നല്ലത്. നിന്റെ കിടാവിന് കേക്ക് വാങ്ങാനൊക്കെ നിന്റെ കാശുണ്ടല്ലോടാ. മോള് കഴിച്ചോട്ടാ. യോഹനാനെ, നാളെ ഞാൻ വീണ്ടും വരൂട്ടാ. ഓ, നാളെ തരാം. ആ അതെ, നാളെ ഞങ്ങളോട് വരും കളിക്കാനൊക്കെ. ഔസേപ്പേട്ടാ വന്നേ. മഞ്ചേ പെരുന്നാളഞ്ഞെടുത്ത് തരാൻ പറയേ. മുതലല്ലടാ ചെറ്റേ, പലിശയുടെ കാര്യടാ ചോദിക്കണേ. കച്ചവടം ഭയങ്കര മോശമാണ് പറയേ. ഈ ബോർഡൊന്ന് മാറ്റി സ്റ്റോപ്പട്ടിക്ക് വിൽക്കപ്പെടുന്ന എഴുതി വെച്ച നല്ല കൊയ്ത്തായിരിക്കുന്ന ഒരു നോട്ടക്കാരൻ പറഞ്ഞു. പറയുന്നതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ ഷവി? കൊയ്ത്താ നാട്ടുകാരെ ചാവണത് കൊയ്ത്താണോ നിനക്ക്? അതല്ലെന്ന് ഞാൻ പിന്നെ ഇന്നോട്ട് ചെയ്യാനാ, എനിക്ക് വേറെ പണി അറിയില്ലല്ലോ. അങ്ങോട്ടൊക്കെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പെട്ടി കൂടെ കൊട്ടാ. ബിന്ദുല് മാറ്റിക്ക് പോണടാ. വണ്ടേ നീ ഇവിടെ കൊണ്ടുവന്നേക്കണെന്ന് ഇത് ഞാൻ നിനക്ക് വിറ്റു. ഇവിടെ ഉള്ളതൊക്കെ എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ നിൽക്കണേ. അപ്പോഴാണ് വിൻസെന്റ് കൂട്ടുകാരതെ ഫസ്റ്റ് ക്ലാസ് പെട്ടിയാണ്, പകുതി കാശ് നന്നായിന്ന്. മതിയോ? ആ ഉറപ്പാ? സ്വന്തം ശവപ്പെട്ടി വിറ്റ് കാശാക്കണ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. എടിമാറിയേ. അപ്പൊ നീ എന്നെ കണ്ടൂലേ? പിന്നെ ഈ കൊല്ലത്തെ പെരുന്നാൾ നമുക്ക് കലക്കണ്ടേ. ഞാൻ രണ്ടൊന്നും പുതിയ ചോടുണ്ടാക്കണ നോക്കി നീ. നിന്റെ അനിയൻ ബാബു കാണണ്ടട്ടാ. അവന് കുഷ്മന്, അവന് ജന്മണ്ടി പറ്റി ഇതേപോലത്തെ 4 സ്റ്റെപ്പ് ഡിസ്ക് കളിക്കാൻ. നീ എന്തിട്ട് പറയണേ? ഇതെന്താ വേദാട നിർത്താ? 2 ചെവിയൊത്തിരി അടിയാന്നല്ലോ സാറിനേക്കും. നിനക്ക് ബ്രാൻഡി വേണോ ജോസേ? ബ്രാൻഡി ബ്രാൻഡി. വിൻസെന്റ് കൂട്ടുകാരാ, പൈസ പിന്നെ ഒന്ന് വാങ്ങിച്ചോളട്ടാ. നീ എടുത്ത് വെച്ചോളട്ടാ. വന്നേ സൂര്യസ്തമിക്കാറായി. ഈ സാധനം നമ്മുടെ ചാരായം പോലെ കേട്ടോ. എത്ര കുടിച്ചിട്ട് ഏക്കണല്ലോ, മുഴുവൻ ആവിയായി പോണെന്ന് തോന്നണേ. നീ എത്ര വേണേലും കുടിച്ചോളാം ജോസേ, പക്ഷെ റോട്ടില് കിടക്കരുത് കേട്ടോ. മറിയേ, കള്ളു കുടിച്ചിട്ട് റോട്ടി കിടന്ന സ്വഭാവം ജോസിനുമില്ല, ജോസിന്റെ അപ്പൻ അന്തോണിക്കുമില്ല. അത് നീ മനസ്സിലാക്കിയോ? അങ്ങനെ അല്ലടാ ജോസേ, ഇവിടെ പൊറിഞ്ചൂന് കിട്ടിയ പെട്ടിയോ അതെന്താ ചെയ്തേ? നീ കിടന്ന് ചിരിക്കാണ്ട് കാര്യം പറയണ ഷവി. പെട്ടിയല്ലേ? അപ്പാ എന്നിട്ട് തേങ്ങ ഇവിടെ കയറി കിടക്കണേ. എനിക്ക് അവിടെ ഈ പെട്ടി എനിക്ക് വേണടാ പറഞ്ഞു, നിനക്ക് തരില്ലടാ. മറിയേ, എടി മറിയേ, നിന്റെ ഈ ചിരി ഒറിജിനൽ എന്ത് ഇഷ്ടാന്നറിയോ? അല്ല അപ്പൊ നിന്റെ അപ്പനും ഊഞ്ഞാലിറങ്ങിയന് അവനാണോ നിരപരാധി? അല്ല അപരാധി. തേങ്ങ, നീ എന്തിനാ അവനിങ്ങനെ ക്രൂശിക്കണേ? മറിയേ,
ആലപ്പാട്ട് തറവേണ്ട മാനങ്ങൾ ഞാനില്ല. ചാടുന്ന് പറഞ്ഞ അപ്പൊ ചാടുട്ടോ. അപ്പൊ പറഞ്ഞതാ നിനക്കറിയാലോ. മറിയേ, ആലപ്പാട്ട് തറവേണ്ട മാനങ്ങൾ ഞാനില്ല. ചാടുന്ന് പറഞ്ഞാൽ ഞാൻ ചാടും, ഉറപ്പായിട്ടും ചാടും. ആലപ്പാട്ട് വർഗീസായി പറയണേ. ഇയാളെന്തിട്ട് എപ്പോഴും ആലപ്പാട് ആലപ്പാടെന്ന് പറഞ്ഞിരിക്കണേ? മോളെ, എങ്ങനെ നോക്കി വളർത്തിയതാണ് നിന്നെ? അപ്പനെ വിട്ടിട്ട് ഈ തെണ്ടികളുടെ കൂടെ പോലടി. വേണ്ട പറയേ, ചാടൂന്ന് പറഞ്ഞ അപ്പൻ ചാടുട്ടോ. ആ നീ വെറുതെ പേടിപ്പിക്കണത്. മറിയേ, ഇനി ഒരടി മുന്നോട്ട് ചാടില്ല. ചാടും, സത്യമായിട്ട് ഞാൻ ചാടുട്ടോ. ഓറഞ്ചോ, ഈ ശവീന് ശരിക്കും ചാടുവോ? നീ പറഞ്ഞണ്ട. മറിയേ, അകത്തേക്ക് പോടി. നിന്റെ പൊന്നപ്പനാടി പറയണേ. പൊന്നപ്പനാ? അകത്ത് കയറി പോടി. പണ്ടാരം അടങ്ങാൻ ഈ ഉറുപ്പ് മുഴുവൻ എന്റെ മേ തട്ടിപ്പേറാണല്ലോ. നിന്റെ അപ്പം ചാടിയതല്ല, ഉറുമ്പ് കടിച്ച് വീണതാണ്. ഞാൻ കണ്ടതല്ലേ സത്യായിട്ടും. ആരെങ്കിലും കരണണ്ട. പിന്നെ പിന്നെ എനിക്ക് വിഷമോ? ഞാൻ പോവാം. ജോസ് പോടേ. നീയണ്ടാ ഇതിനൊക്കെ കാരണം. കല്യാണം കഴിഞ്ഞോട്ടെ നിന്റെ കടയ്ക്ക് മെറക്കുറി ഞാൻ വെക്കും.